പ്ലസ് ടു സ്റ്റുഡൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കെമിസ്ട്രി എക്സാം എല്ലാവരും കമൻസ് അറിയിക്കുക. ഓക്കെ, കെമിസ്ട്രിയൊക്കെ ജസീൽ സാറൊക്കെ പഠിപ്പിച്ച് അടിപൊളിയായിട്ട് വന്നോ? നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ടൈമൊക്കെ തികഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു? കമൻസിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ഒരു കാര്യം, നിങ്ങൾക്ക് മാത്സിൻ്റെ സ്റ്റഡി പ്ലാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ അലക്സ് സാറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. അതായത് നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ ഈ കെമിസ്ട്രി എക്സാമിൻ്റെ അലക്സ് സാറിൻ്റെ റിവ്യൂവും അതേപോലെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള മോട്ടിവേഷനൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതിലായിരിക്കും അതിൻ്റെ അപ്ഡേറ്റ് വരുന്നത്. ഓക്കെ, അലൻ സാർ എന്താണ് മോട്ടിവേഷൻ ചെയ്യാനുള്ള സമയമില്ല, കാരണം എന്താണ് അലൻ സാറിന് നിങ്ങളുടെ പ്ലസ് ടു മാത്സും അതേപോലെ തന്നെ സെയിം ടൈമിൽ SSLC മാത്സിൻ്റെ എക്സാം നടക്കുകയാണ്, സെയിം ടൈം ടേബിൾ. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി SSLCൻ്റെയും പ്ലസ് ടുവിൻ്റെയും സെയിം ടൈം ടേബിളാണ്, സെയിം ദിവസങ്ങളാണ്. ഓക്കെ, അപ്പം ഞാൻ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എടുത്ത് നിങ്ങളെ മാക്സിമം പഠിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അതിൻ്റെ പ്ലാനാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സി നമുക്കൊരാഴ്ചയുണ്ട് നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ വേണ്ടി. ഓബ്വിയസ്ലി നിങ്ങൾ ലാംഗ്വേജും പ്രയോറിറ്റൈസ് ചെയ്യണം, കാരണം ലാംഗ്വേജും 1.5 ദിവസം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ കെമിസ്ട്രി എക്സാം കഴിഞ്ഞ് വന്നു, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇന്ന് ഒരു ഹിന്ദി മലയാളം ലൈവ് ഉണ്ടാവും. ഓക്കെ, ഇന്നൊരു ഹിന്ദി മലയാളം ലൈവ് ഉണ്ടാവും, എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക, വന്ന് കാണുക. അപ്പോഴും മാത്സ് എക്സാം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ മൂഡ് എങ്ങനെ ഉണ്ടാവും, നല്ലതാണോ മോശമാണോ എന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ ഇരുന്ന് പഠിക്കാനാണ്, ചിലപ്പോൾ കുറേ ആൾക്കാർ വിഷമത്തിലായിരിക്കും, കുറേ ആൾക്കാർ സന്തോഷത്തിലായിരിക്കും, എന്ത് മൂഡ് വേണമെങ്കിൽ. ചിലപ്പോൾ പേപ്പർ പൊതുവേ ചിലപ്പോൾ ടഫ് ആയിരിക്കും, ചിലപ്പോൾ പൊതുവേ ഈസി ആയിരിക്കും. അതൊന്നും നമുക്ക് മാറ്റർ ചെയ്യണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇന്ന് നിങ്ങൾ അത്യാവശ്യം നല്ല ഈ റിലാക്സ് മൂഡായിരിക്കും, കുറേ ദിവസമുള്ളുണ്ട്. അപ്പോൾ ഹിന്ദി മലയാളം മാക്സിമം പഠിക്കാൻ പറ്റുന്നത്ര ഇന്ന് തന്നെ പഠിച്ചു വെക്കുക. കാരണം ലൈഫിൽ അവസാനത്തെ പ്രാവശ്യമായിരിക്കും നിങ്ങൾ ഈ ഹിന്ദി മലയാളം ഇംഗ്ലീഷും എന്താണ് നമ്മുടെ മാത്സ് ഒക്കെ പഠിക്കാൻ മതി. ഇതിൻ്റെ അപ്പുറം ചിലപ്പോൾ മാത്സ് നിങ്ങൾ പഠിച്ചു എന്ന് വരില്ല. അപ്പോൾ ലാസ്റ്റ് ചാൻസ് ആണ് അടിപൊളിയായിട്ട് പഠിക്കാം. ഇനി മാത്സിൽ നമുക്ക് ഈ മാത്സ് വിലയിൽ അങ്ങ് തകർക്കാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ നാളെ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് AOD ഡിഫറൻസിയേഷൻ 2 ചാപ്റ്റർ നന്നായിട്ട് അങ്ങ് പഠിക്കാം. ആദ്യം തന്നെ ടഫ് ചാപ്റ്റർ അങ്ങ് എടുത്ത് പഠിക്കാം, കാരണം നിങ്ങൾക്ക് അതിനനുസരിച്ച് ബാക്കിയുള്ള ദിവസങ്ങൾ അത് നോക്കി പഠിക്കാം കേൾക്കാം എല്ലാം ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ദിവസം നിങ്ങൾ ഡിഫറൻസിയേഷൻ പഠിച്ച് ഇൻ്റഗ്രൽസും അതേപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കാൽക്കുലസ് മൊത്തം 5 ചാപ്റ്റർ നിങ്ങൾ ആദ്യത്തെ 2 ദിവസം പഠിച്ച് തീർക്കുന്നു. അങ്ങനെ അത് നല്ലൊരു വെയിറ്റേജ് ഉറപ്പിക്കുന്നു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തേഴ്സ്ഡേ വരുന്നത് വളരെ സിമ്പിളാണ്. 1, 3, 4 മാട്രിക്സ് ഡിറ്റർമിനൻസ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എല്ലാം സിമ്പിൾ ചാപ്റ്ററാണ്, നല്ല സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, സിമ്പിൾ ആൻഡ് സ്കോറിംഗ് ചാപ്റ്റേഴ്സ് ആണ്. 14th വരുന്ന വെക്ടറും നിങ്ങൾക്ക് 3D ആണ്. വെക്ടറും 3D അടിപൊളിയായിട്ട് പഠിക്കുക, രണ്ടും റിലേറ്റഡ് ചാപ്റ്ററാണ്, അടിപൊളിയായിട്ട് പഠിച്ചു തീർക്കുന്നു. ആ ലാസ്റ്റ് ദിവസം ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി LPP പ്രോബിലിറ്റി, ഇത് രണ്ടും വളരെ സിമ്പിൾ ചാപ്റ്റർ, ഇതൊരു മീഡിയം ചാപ്റ്റർ, അതോടെ കഴിഞ്ഞു. ഇത് രണ്ട് വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, ഇത് മീഡിയം. പ്രോബിലിറ്റി കുറച്ചുകൂടി ഉണ്ട്, ബേസ് തിയറം ഒക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ ITF കൂടി പഠിച്ചാൽ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, സൺഡേ നിങ്ങൾക്ക് ഫൈനൽ മാരത്തോൺ 5 PM സ്റ്റാർട്ട് ചെയ്യുന്നു. 5 o'clock to 10 o'clock ഒരു 5 മണിക്കൂറൊക്കെ ഉണ്ടാവും. 5 PM സ്റ്റാർട്ട് ചെയ്യുന്നു, എല്ലാവരും വരെ അടിപൊളിയായിട്ട് പഠിച്ചു തീർക്കുന്നു. ഓക്കെ, ഈ ലൈവുകളൊക്കെ എല്ലാം 7:30 ആയിരിക്കും, കാരണം നോമ്പിൻ്റെ സമയം നിങ്ങൾക്ക് ഒരു 6:30, 7 ബ്രേക്ക് വേണ്ടതുകൊണ്ട് നമ്മൾ 7:30 സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, മറക്കണ്ട, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, എല്ലാം പഠിക്കാൻ വേണ്ടി ഞാനും ഉണ്ടാവും. ഞാൻ മാക്സിമം പറ്റുന്നത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വന്ന് എടുത്തു തരുന്നതായിരിക്കും. പക്ഷേ ബാക്കിയുള്ള സമയം SLC നിങ്ങൾക്ക് അബൈ സാറും മേഘാമിസും ഷമിസും ഒന്ന് ഹെൽപ്പ് ചെയ്യാനില്ല, ഞാനാണ് കൂടുതൽ ചാപ്റ്റേഴ്സ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ടാവും, മാക്സിമം ട്രൈ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോരാതെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക, കുറേ വീഡിയോസ് വരും. ഓക്കെ, പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ഹെൽപ്പ് വേണ്ടത്, എന്തൊക്കെ വീഡിയോ വേണം നിങ്ങൾ പറയാം. നിങ്ങൾക്ക് പ്രഡിക്ഷൻ വീഡിയോ ആണോ വേണ്ടത്, ഫോർമുല ഷീറ്റ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഷുവർ ക്വസ്റ്റ്യൻസ് ആണോ വേണ്ടത്, എല്ലാം നിങ്ങളൊന്ന് പറയാം, അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ചാപ്റ്റർ വെയിറ്റേജ് വേണോ, എല്ലാം കമൻറ്റ് ചെയ്യും, നിങ്ങളുടെ ഡിമാൻഡിനനുസരിച്ച് ഞങ്ങൾ ചെയ്തു തരും. ബിക്കോസ് വി ആർ യുവർ ടീച്ചേഴ്സ്, ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഈ പ്ലാൻ മറക്കരുത്, വെരി ഇമ്പോർട്ടൻറ്റ്. അതാ ഞാൻ പറയാം, എല്ലാം ഫോർമുലയാണോ, പ്രൂവ് ദാറ്റ് ക്വസ്റ്റൻ ആണോ, എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, വാ തുറന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ മക്കളെ, നിങ്ങൾക്ക് 1 ഷോട്ട് പ്ലേലിസ്റ്റ് മക്കളെ ഇന്ന് തന്നെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മിക്ക ചാപ്റ്റേഴ്സ്, അലൻ സാർ എടുത്ത മിക്ക ചാപ്റ്റേഴ്സും ഞാൻ മിക്ക ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1 ഷോട്ട് പ്ലേലിസ്റ്റ് ഉണ്ട്, ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെ ലിങ്ക് അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് എടുത്ത് ചെക്കൗട്ട് ചെയ്യുക, അതിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അൻസാറിൻ്റെ ലിങ്ക് ട്രീ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഞാൻ പ്ലസ് 2 മാത്സ് നിങ്ങൾക്ക് മാത്സ് എങ്ങനെ പഠിക്കണം, മാത്സ് പഠിപ്പിക്കില്ല, മാത്സ് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ചാനൽ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ക്ലാസ്സുകളും കോണ്ടന്റും ക്വസ്റ്റ്യൻസും വീഡിയോസൊക്കെ കണ്ടിട്ട് വരണം. അതുപോലെ അത് നമ്മുടെ പ്ലാൻ മറക്കരുത്. അവസാനത്തെ പ്രാവശ്യമായിരിക്കും മക്കളെ നിങ്ങൾ മാത്സ് പഠിക്കാവുന്ന അവസാനത്തെ ലൈഫിൽ. ചിലവർക്ക് എഞ്ചിനീയറിങ്ങോ ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബിസിനസ് ആ ഫീൽഡിലൊക്കെ പോകണമെങ്കിൽ മാത്സ് കുറച്ചുണ്ടാവും ഒബ്വിയസ്ലി. പക്ഷെ അല്ലാത്തവർക്ക് ഇപ്പം വേറെ എന്ത് ഫീൽഡിൽ പോയാലും മാത്സ് ഉണ്ടാവില്ല. അവസാനത്തെ പ്രാവശ്യമായിരിക്കും. ആ അവസാനത്തെ പ്രാവശ്യം അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ഗിവ് ഇറ്റ് യുവർ എവറിത്തിങ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കീം അഥവാ നീറ്റിൻ്റെ ക്രാഷ് നിങ്ങൾ എഴുതാൻ പോകുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് അതിൻ്റെ ക്രാഷ് ബാച്ച് ഉണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1000 rupees ഉള്ള ഫീസ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേഗം തന്നെ ഇതിൽ വാട്സാപ്പ് ചെയ്യുക, അഡ്മിഷൻ വേഗം എടുത്ത് വെക്കുക. കുറച്ചുകൂടി കഴിഞ്ഞാൽ സീറ്റ്സ് ഉണ്ടാവില്ല. അപ്പം വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഓൺലൈനാണ് ബാച്ച് വരുന്നത്, 1000 rupees ആണ് ഫീസ്. വേഗം തന്നെ അഡ്മിഷൻ എടുക്കാൻ മറക്കണ്ട. പിന്നെ മാത്സ് നമ്മൾ തകർത്ത് പഠിക്കുന്നു. ഓക്കെ, നമ്മൾ നാളെ മുതൽ തകർത്ത് പഠിക്കുന്നു. ഇന്ന് ഹിന്ദി മലയാളത്തിന് ലൈവ് മറക്കണ്ട. ഓൾ ദി ബെസ്റ്റ് മക്കളെ.